നമസ്കാരം എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. എല്ലാവരും പൊങ്കാല ഇട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇത്തവണ പൊങ്കാല ഇട്ടു. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. എനിക്ക് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇടണം എന്ന് വിചാരിച്ചു, നടന്നില്ല. അപ്പോൾ ഈ വർഷം ഇവിടെ അമ്പലത്തിൽ ഇടുന്നുണ്ട് എന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ അത് സാധിച്ചില്ല. അപ്പോൾ അത് കാരണം ഞാൻ വീട്ടിലിടാം, ഇപ്രാവശ്യം വീട്ടിലിടാമെന്ന് വിചാരിച്ചു. എന്തായാലും ആഗ്രഹിച്ചതല്ലേ, അപ്പോൾ വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർ തിരുവനന്തപുരമാണ്. അപ്പോൾ അവർ പറഞ്ഞു തന്നു കേട്ടോ എങ്ങനെയാണ് വീട്ടിൽ ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിലായാലും ചെയ്യാമെന്ന് പറഞ്ഞു തന്നത് അവരാണ്. അപ്പോൾ ആ കുട്ടി അവരുടെ അമ്മയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിയായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്, വീട്ടിൽ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ US-ലാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അടുപ്പ് കൂട്ടിയൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തൊന്നും. അപ്പോൾ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്തത്. കിച്ചണും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീടും കിച്ചണും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ദേവിക്ക് സമർപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പൊങ്കാലയും ശർക്കര പൊങ്കാലയും പിന്നെ മണ്ടപ്പുറ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത് രണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇവിടെ നമുക്ക് ചെയ്യുമ്പം നാട്ടിലെ സമയമല്ല, ഇവിടുത്തെ സമയത്താണ് ഞാൻ ചെയ്തത്. US-ലെ ടൈമിനാണ് ചെയ്തത്. ഇവിടുത്തെ ഒരു പൂജാരിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടൈമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾ പറഞ്ഞത് മാർച്ച് 3-ാം തീയതി ഇവിടുത്തെ സമയം, ഇവിടുത്തെ മാർച്ച് 3-ാം തീയതി 9 മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്കുള്ള അറിവ് വെച്ചിട്ട്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്, ഞാൻ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൊങ്കാല ചെയ്തത്. അപ്പോൾ ഇതിൽ തെറ്റുകളുണ്ടാവാം, എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു കേട്ടോ. ഇവിടെ 9 മണിക്ക് ശേഷമാണ് വിളക്ക് കൊളുത്തി നമ്മൾ പൊങ്കാലിട്ട് തുടങ്ങണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രഗ്രഹണം കാരണമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കാരണം അതിന് മുന്നേ തന്നെ നമ്മളെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങാമല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആറ്റുകാൽ അമ്മയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനായിട്ട്. ഒപ്പം അവല്, മലര്, നാളികേരം, പഴമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര നമ്മൾ ചീകി എടുക്കുകയാണ്. മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ വറുത്തിട്ടുണ്ട്. നാളികേരം ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ചിരകാൻ പറ്റാത്ത കാരണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഒരുക്കി 9 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്ത് പ്രാർത്ഥിച്ച് പൊങ്കാലിട്ട് തുടങ്ങി കേട്ടോ. भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो नवचम्बकपुष्पाभा नासादण्डविराजिता तारकान्तितिरस्कारी नासाभरणबासुरा कदम्बमञ्जरी क्लिप्ता कर्णपूरमनोहरा। भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। പൊങ്കാല പായസം റെഡിയായി. ഇനി അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ദേവിക്ക് സമർപ്പിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ മണ്ടപ്പുറ്റ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു മണ്ടപ്പുറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക്
പായസത്തെക്കുറിച്ച്, പൊങ്കാല പായസം അറിയാം, മണ്ടപ്പുറ്റിനെ കുറിച്ചൊന്നും എനിക്ക് അറിവില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിനും അതുപോലെ തലവേദന അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. അതുപോലെ ദേവിക്ക് പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് മണ്ടപ്പുറ്റ് എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുപോലെ ഈ ഒരു പ്രസാദം നമ്മൾ പൊങ്കാല സമയത്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മണ്ടപ്പുറ്റ് നന്നായിട്ട് ഉരുട്ടിയിട്ട് അതിൽ കണ്ണും മൂക്കും വായും വെച്ച് കൊടുത്തു. എന്നിട്ട് ആവിയേറ്റി എടുക്കുകയാണ് ചെയ്തത്. മണ്ടപ്പുറ്റും കൂടി ആയതിനു ശേഷം ഞാൻ 2 പ്രസാദം അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് കിണ്ടിയിലെ വെള്ളം അതിൽ തളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് കഴിച്ചത്.